അപ്പം പിന്നെ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് സൺസ്ക്രീൻ നമ്മൾ എല്ലാവരും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ? അതുപോലെ വീട്ടിലാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനെ പറ്റിയിട്ട് എന്താണ് മാം? സൺസ്ക്രീൻ 6 മാസത്തിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാം. പക്ഷെ അതത്ര പ്രാക്ടിക്കൽ അല്ല. നമ്മളിപ്പോൾ കുട്ടികളൊക്കെയാണ് ഒരു ബീച്ചിലൊക്കെ പോയി കളിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സൺസ്ക്രീൻ യൂഷ്വലി ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അഡൾട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഇംഗ്ലീഷുകാർക്കൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഫെയർ സ്കിന്നാണ്, അവർക്ക് മെലാനിൻ്റെ പ്രൊട്ടക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കിൻ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനാണ് അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് സൺസ്ക്രീൻ്റെ ഉപയോഗം പറയുന്നത്. നമ്മൾ പറയുന്നത് വെയിൽ കൊണ്ട് കറുപ്പ് നിറം വരുന്ന ടാനിങ്, പിഗ്മെൻറ്റേഷൻ ഇത് ഒഴിവാക്കാനാണ് മെയിനായും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അകത്തിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. പുറത്തു പോകുമ്പോൾ സൂര്യനിൽ നിന്നുള്ള യു വി റേഡിയേഷൻ ആണെങ്കിൽ അകത്തിരിക്കുമ്പോൾ നമ്മുടെ ട്യൂബ് ലൈറ്റിൽ നിന്ന് അതേപോലെ ലാപ്ടോപ്പ് അങ്ങനത്തെ സിസ്റ്റത്തിൽ നിന്ന് അടക്കം യു വി റേഡിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അകത്തിരിക്കുമ്പോഴും ഡേ ടൈമിൽ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചില സ്റ്റഡീസിലൊക്കെ നമ്മൾ ഈ മെലാസ്മ, കരിമങ്കലൊക്കെ ഉള്ള ആളുകൾ എപ്പോഴും കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ചൂടൊക്കെ അടിക്കുന്നത് കൊണ്ട് തന്നെ കരിമംഗല്യം കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറയുന്നത് നിങ്ങൾ രാവിലെ ആക്റ്റീവായി കുക്കിങ്ങിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുൻപ് തന്നെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ എപ്പോഴും ഒരു മോർണിംഗ് 8:30 to ഒരു 6:30 ആ ഒരു സമയത്ത് ഫേസിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ചെയ്യുന്നത് നല്ല കട്ടിയിൽ ചെയ്യുക. അത് നമ്മളൊരു ഡ്രസ്സ് പോലെയാണ്. ഒരു നേരിയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ പ്രൊട്ടക്ഷൻ കുറവല്ലേ, ഇത് ഉള്ളിലേക്ക് എത്തുമല്ലോ വെയിലിൻ്റെ. അതേസമയം ഒരു കട്ടിയുള്ള ഡ്രസ്സാണെങ്കിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെയാണ് സൺസ്ക്രീൻ ഒരിക്കലും ഉപയോഗിക്കുന്നത് കൂടിപ്പോവില്ല. പരമാവധി നമുക്ക് എത്ര കട്ടിയിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പറ്റും അത്രയും ഉപയോഗിക്കാം. നമ്മൾ ഈ 2 ഫിംഗർ റൂളൊക്കെ പറയുമ്പോഴും പ്രാക്ടിക്കലി നമുക്ക് ഏറ്റവും കട്ടിയിൽ എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റും സൺസ്ക്രീൻ അത്രയും കട്ടിയിൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്നു, നല്ല വെയിലത്തൊക്കെ പോകുന്ന ആളാണെങ്കിൽ ഓരോ 2-3 മണിക്കൂർ കൂടുമ്പോഴും റീഅപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ, ഇപ്പോൾ സ്കൂളിലുള്ള ഒരാൾക്കോ ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്കോ എപ്പോഴും പറ്റണമെന്നില്ല, പറ്റുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂറിലും വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്.